ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. പ്രദേശത്തെ അപകടാവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കളക്ടറുടെ അടിയന്തര സന്ദർശനം. അപകട സാധ്യത കണക്കിലെടുത്ത് ആർഡിഒമാർക്ക് മേൽനോട്ട ചുമതല നൽകിയതായി കളക്ടർ പറഞ്ഞു. സിറ്റി ന്യൂസ് ഇംപാക്ട്. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ചെർക്കള, ബേവിഞ്ച, തെക്കിൽ ഭാഗങ്ങളിലാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തിയത്. കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ പ്രദേശത്ത് വൻ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നത്. ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ 8 കിലോമീറ്ററിൽ പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു. കഴിഞ്ഞ കാലവർഷത്തിൽ ഇവിടെ നിരവധി ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. പ്രദേശത്ത് സർവീസ് റോഡ് ഇല്ലാത്തതും ഡ്രൈനേജ് സംവിധാനം ഒരുക്കാത്തതും വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കളക്ടറുടെ അടിയന്തര സന്ദർശനം. കാലവർഷാരംഭത്തിന് മുൻപ് നിർമ്മാണം പൂർത്തീകരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പ്രതീക്ഷിച്ചത്ര പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും അപകട സാധ്യത കണക്കിലെടുത്ത് പോലീസിനും റവന്യൂ ഡിവിഷൻ ഓഫീസർമാർക്കും നിരീക്ഷണ ചുമതല നൽകിയതായും കളക്ടർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷങ്ങളിൽ മഴക്കാലത്ത് എൻഎച്ചിന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ദേവിഞ്ച, വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിൽ അതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് വർക്ക് എൻഎച്ചുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻഎച്ച്ഐക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇൻസ്പെക്ഷനുകൾ നടത്തിയിട്ടും എക്സ്പെർട്ട് കമ്മിറ്റികൾ പഠനം നടത്തിയിട്ടും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. എൻഎച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പുരോഗതി വിലയിരുത്താനാണ് നമ്മൾ പീരിയോഡിക്കായിട്ട് വിസിറ്റ് ചെയ്യും, മീറ്റിംഗ്സും നടത്തിയിട്ടുണ്ട്. എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ വിസിറ്റ് ചെയ്ത് ബേവിഞ്ചക്കുന്ന്. കാരണം ഈ വർഷം നമ്മൾ മഴ സ്റ്റാർട്ട് ചെയ്യാറായി. ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് വർക്ക് നടന്നിട്ടുണ്ട്. എന്നാലും പ്രതീക്ഷിച്ചത്ര പൂർണ്ണമായിട്ട് വർക്ക് എൻഎച്ചിന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് പോർഷനിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും മഴയായിട്ട് ബന്ധപ്പെട്ട് എല്ലാവിധ പ്രിക്കോഷൻസും എൻഎച്ചിനോട് എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസും മോട്ടോർ വാഹന വകുപ്പും കൂടെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. എന്തെങ്കിലും മണ്ണിടിച്ചിൽ അതുപോലത്തെ സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ തന്നെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമർജൻസി റെസ്പോൺസ് അതുപോലത്തെ സംവിധാനങ്ങളെല്ലാം നിലവിൽ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇത് 2 സ്ഥലങ്ങളിലും നമ്മൾ ആർഡിഒമാരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. സംഭവത്തിൽ അടിയന്തര മുൻകരുതൽ എടുക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകി. ബേവിഞ്ച, ചെറുവത്തൂർ, വീരമലക്കുന്ന് ഭാഗങ്ങളിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുരോഗതി ദിവസവും ആർഡിഒമാർ വിലയിരുത്തുന്നുണ്ട്. ദുരന്തം സംഭവിക്കാതിരിക്കാൻ റാപ്പിഡ് റെസ്ക്യൂ ടീമിന്റെ പ്രവർത്തനം ശക്തമാക്കാനും തീരുമാനമായിട്ടുണ്ട്. ചെർക്കള ടൗണിലും ചെങ്കള പഞ്ചായത്ത് ഓഫീസ് പരിസരത്തും നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ നേരിടുന്ന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. കനാലുകൾ നിറഞ്ഞൊഴുകി വീടുകൾ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനും ദേശീയപാതയിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും തടയാൻ ഓവുചാലുകളും സുരക്ഷാ ഭിത്തികളും ഉറപ്പുവരുത്തണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. സന്ദർശനത്തിൽ ജില്ലാ പോലീസ് മേധാവി വിജയഭരത് റെഡ്ഡി, ASP അച്യുത് അശോക്, RDO ബിനു ജോസഫ്, ഡെപ്യൂട്ടി കളക്ടർ LA ദിലീപു, S ലോറൻസ്, RTO J ജെറാഡ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M വിജയൻ, നാഷണൽ ഹൈവേ അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ ഉമേഷ് ഗാർ, നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികൾ, തഹസിൽദാർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ കളക്ടറുടെ സന്ദർശനത്തെ തുടർന്ന് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗത്തിൽ ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് ചെർക്കള, ബേവിഞ്ച പ്രദേശത്ത് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെർക്കള.